ഇന്ന് നമുക്ക് ബണ്ണുണ്ടാക്കി ക്രീം വെച്ചും ക്രീം വയ്ക്കാതെയും കഴിക്കാം. അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അതിനായിട്ട് ഞാനൊരു പാത്രത്തിലേക്ക് 3/4 കപ്പ് പാലാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. ഇളം ചൂടുള്ള പാലാണ്. അതിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂണോളം പഞ്ചസാര ഇട്ട് കൊടുത്തു. പഞ്ചസാരയ്ക്കകത്ത് ഉറുമ്പ് കയറാതിരിക്കാൻ വേണ്ടി ഞാൻ ഗ്രാമ്പു ഇട്ടിട്ടുണ്ട്. അതൊക്കെ അങ്ങോട്ട് വീഴുന്നുണ്ട്. അതൊക്കെ ഞാൻ പെറുക്കി മാറ്റുകയാണ്. ഇനി അതിലേക്ക് നമുക്ക് ഈസ്റ്റാണ് വേണ്ടത്. 1 ടീസ്പൂണോളം ഈസ്റ്റ് അതിലേക്ക് ഇട്ട് കൊടുത്തു. തൊട്ട് നോക്കുമ്പോൾ നമ്മളുടെ പാലിന് ഇളം ചൂടുണ്ടായിരിക്കണം. അതിനുശേഷം നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ആ ഈസ്റ്റൊക്കെ നന്നായിട്ട് അതിൽ കിടന്നൊന്ന് ലയിച്ച് ചേരണം. ചൂടുള്ള പാലായതുകൊണ്ട് തന്നെ ഇളം ചൂടുള്ള നമ്മൾ കൈ ഇടുമ്പോൾ ചെറിയ ചൂട് അങ്ങനെയുള്ള പാലായതുകൊണ്ട് തന്നെ നമ്മുടെ ഈസ്റ്റൊക്കെ നന്നായിട്ട് അതിനകത്ത് ലയിച്ച് ചേരും. അതിനുശേഷം നമുക്ക് ഒരു അരമണിക്കൂർ ഒന്ന് മൂടി വയ്ക്കാം. അരമണിക്കൂർ കഴിയുമ്പോൾ നമ്മുടെ ഈസ്റ്റ് നന്നായിട്ട് പാലിനകത്ത് പൊങ്ങി, ഈസ്റ്റും പാലും കൂടി ചേർന്ന് നന്നായിട്ട് പൊങ്ങി വരും. കണ്ടോ, ഇപ്പം നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. ഇങ്ങനെ പൊങ്ങി വന്നതിന് ശേഷം മാത്രമേ നമ്മൾക്ക് അതിലേക്ക് പൊടി ഇട്ട് കൊടുക്കാവുള്ളൂ. എന്നാലേ നമ്മൾക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ബണ്ണ് കിട്ടത്തുള്ളൂ. ഞാൻ അതിലേക്ക് ഇപ്പോൾ 2 കപ്പ് 250 ml കപ്പിന് 2 കപ്പ് മൈദയാണ് ഇട്ട് കൊടുക്കുന്നത്. മൈദ ഇടുമ്പോൾ നമ്മൾ ഏത് കപ്പിനാണോ എടുക്കുന്നത് ആ കപ്പിന് ലെവൽ ചെയ്ത് നിറച്ച് കുത്തി നിറയ്ക്കരുത്. ഇതുപോലെ ലെവൽ ചെയ്ത് കറക്റ്റ് 2 കപ്പാണ് ഇട്ട് കൊടുക്കേണ്ടത്. അങ്ങനെ ഞാൻ അതിലേക്ക് 2 കപ്പ് മൈദ ഇട്ട് കൊടുത്തു. ഇനി നമുക്ക് അതിലേക്ക് 3/4 ടീസ്പൂണോളം ഉപ്പ് ഇട്ട് കൊടുത്തു. അതിനുശേഷം അതിലേക്ക് നമുക്ക് പഞ്ചസാരയാണ് ഇട്ട് കൊടുക്കേണ്ടത്. ഒരു 3 ടേബിൾ സ്പൂണോളം പഞ്ചസാര ഇട്ട് കൊടുത്തു. നമ്മളുടെ ബണ്ണിനൊരു ചെറിയ ഒരു മധുരം വേണമല്ലോ, അതിനായിട്ട് തന്നെ 3 ടേബിൾ സ്പൂണോളം പഞ്ചസാര ഇട്ട് കൊടുത്തു. അതിനുശേഷം നമ്മൾക്ക് ഒന്നിളക്കി യോജിപ്പിക്കണം. അതിനായിട്ട് കൈകൊണ്ട് തന്നെ, സ്പൂൺ കൊണ്ട് ഇളക്കിയാൽ ശരിയാവത്തില്ല. അതുകൊണ്ട് തന്നെ ഞാൻ കൈകൊണ്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കുകയാണ്. നമ്മൾ നന്നായിട്ട് അത് കുഴച്ചെടുക്കണം. നമ്മളുടെ ബണ്ണ് നല്ല സോഫ്റ്റ് ആകാനായിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കണം. അതുപോലെ ഈസ്റ്റും പാലും അതുപോലെ തന്നെ പൊടിയും പഞ്ചസാരയും എല്ലാം കൂടി നന്നായിട്ട് ഒന്ന് കുഴച്ചെടുക്കണം. അപ്പം ഞാൻ ഈ രീതിയിൽ കുഴച്ചെടുത്തിട്ടുണ്ട്. അതുപോലെ ഇനി നമ്മൾക്ക് താഴെ വെച്ച് ഇതുപോലെ മേശപ്പുറത്ത് ഒരു സ്വല്പം നെയ്യ് ഞാൻ ഒഴിച്ചു. അത് നമ്മുടെ പൊടി ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. സ്റ്റീലിൻ്റെ മേശയാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ വെജിറ്റബിളൊക്കെ ഇവിടെ വെച്ചാണ് അരിയുന്നത്. അതുപോലെ തന്നെ ഇതും ചപ്പാത്തി കുഴയ്ക്കുന്നതും അതുപോലെ തന്നെ ഇപ്പോൾ ഞാൻ ഈ ബണ്ണിന് വേണ്ടി അവിടെ വെച്ച് തന്നെ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുകയാണ്. കണ്ട, ഈ ഒരു രീതിയിൽ വലിച്ച് നന്നായിട്ട് കുഴച്ചെടുക്കണം. ഈ രീതിയിൽ വലിച്ച് കുഴയ്ക്കുമ്പോൾ നമ്മളുടെ മാവ് നല്ല സോഫ്റ്റ് ആകും. അപ്പം നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ബണ്ണ് കിട്ടും. അല്ലായെങ്കിലും ബണ്ണ് ഭയങ്കര ഹാർഡായി ഇരിക്കും. അതുകൊണ്ട് തന്നെ നന്നായിട്ട് നമുക്ക് കുഴച്ചെടുക്കാം. ഇതുപോലെ വലിച്ച് നമുക്ക് കുഴച്ചെടുക്കാം. അതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് ഒരു 2 ടേബിൾ സ്പൂണോളം നെയ്യ് മാറ്റി വെച്ചിട്ട് അത് നമ്മളുടെ കയ്യിലും അതുപോലെ തന്നെ
പൊടി നമ്മുടെ കയ്യിൽ പറ്റാതിരിക്കാൻ വേണ്ടി കയ്യിൽ അതുപോലെ തന്നെ നമ്മളുടെ മാവിലും 2 ടേബിൾ സ്പൂണോളം ബട്ടറും കൂടി ഇട്ട് കൊടുത്ത് നമ്മൾക്ക് ഈ ഒരു രീതിയിൽ വലിച്ച് നമുക്ക് ആ മാവ് കുഴച്ച് ഒന്ന് സോഫ്റ്റ് ആക്കി എടുക്കണം. ഇതിൻ്റെ ഉൾഭാഗത്തും എല്ലായിടത്തും നമ്മളുടെ ആ ഈസ്റ്റും പാലും അതുപോലെ പഞ്ചസാരയും എല്ലാം ചെന്ന് നമ്മളുടെ പൊടി നല്ല സോഫ്റ്റായിട്ട് കിട്ടണം. അതുകൊണ്ട് തന്നെ 2 ടേബിൾ സ്പൂണോളം ബട്ടർ ഞാൻ ഇടയ്ക്കിടയ്ക്ക് അതിന് ചേർക്കുന്നുണ്ട്. ചേർത്താണ് കുഴയ്ക്കുന്നത്. ഈ ഒരു രീതിയിൽ നന്നായിട്ട് നമുക്ക് കുഴച്ചെടുക്കാം. നമ്മൾ ചപ്പാത്തിക്കും പൊറോട്ടയ്ക്കൊക്കെ കുഴച്ചെടുക്കാറില്ലേ, ആ ഒരു രീതിയിൽ തന്നെ കുഴച്ചെടുക്കുക. ഇപ്പം ഞാൻ നന്നായിട്ട് കുഴച്ച് ഉരുട്ടി റെഡിയാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് നല്ല സോഫ്റ്റായിട്ട് ഒന്നും കൂടി നന്നായിട്ട് സോഫ്റ്റുമായി കിട്ടണം. അതുപോലെ നന്നായിട്ട് പൊങ്ങി വരണം നമ്മളുടെ മാവ്. അതിനായിട്ട് ഞാൻ ആ പാത്രത്തിലേക്ക് തന്നെ വെച്ചു. അതിൻ്റെ മുകളിൽ കുറച്ച് ബട്ടറോ എണ്ണയോ എന്തെങ്കിലും തൂത്ത് കൊടുത്തിട്ട് അത് ഡ്രൈ ആകാതിരിക്കാൻ വേണ്ടിയിട്ട് തൂത്ത് കൊടുത്തതിന് ശേഷം നമ്മൾക്ക് ഒരു 2 മണിക്കൂറോളം നമുക്ക് ഇത് ഒന്ന് മൂടി വയ്ക്കണം. എന്നാലേ അത് പൊങ്ങി വരും. നന്നായിട്ട് പൊങ്ങി വന്നതിന് ശേഷം നമുക്ക് ഉണ്ടാക്കിയാൽ മതി. ഞാൻ 2 മണിക്കൂർ നേരത്തേക്ക് മൂടി വെച്ചു. അതവിടെ ഇരിക്കട്ടെ. അന്നേരം നമ്മളുടെ ബണ്ണിന് ഒരു ക്രീം ഉണ്ടാക്കാം. അതിനായിട്ട് ഞാൻ ഒരു 3-4 ടേബിൾ സ്പൂണോളം ബട്ടറുണ്ട്. ബട്ടർ നന്നായിട്ടൊന്ന് നമുക്കൊന്ന് ഉടച്ചെടുക്കണം. ഈ ഒരു രീതിയിൽ നമുക്ക് ഉടച്ചെടുക്കാം ബട്ടർ. ബട്ടർ നന്നായിട്ട് ഉടഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഫ്രിഡ്ജിൽ നിന്ന് നേരെ എടുക്കരുത്. ഫ്രിഡ്ജിലാണ് ഇരിക്കണമെങ്കിൽ എടുത്ത് പുറത്ത് വെച്ചതിന് ശേഷം നമ്മളിങ്ങനെ അമർത്തുമ്പോൾ ഇങ്ങനെ ഒരു കുഴി വരത്തില്ലേ, ആ ഒരു പരുവമാകുമ്പോഴേ നമ്മൾക്കിതുപോലെ ഉടച്ചെടുക്കാൻ പറ്റത്തുള്ളൂ. ആ ഒരു പരുവമാകുമ്പോൾ നമുക്കിതുപോലെ ഉടച്ചെടുക്കണം. ഇനി നമ്മൾക്ക് ഒരു 1/2 കപ്പ് പഞ്ചസാര ഞാനൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് നമുക്ക് പൊടിച്ചുകൊണ്ട് വരാം. അപ്പോൾ ഞാനത് പൊടിച്ചുകൊണ്ട് വന്ന് നമ്മളുടെ ബട്ടറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇത് രണ്ടും കൂടി നമുക്ക് നന്നായിട്ട് യോജിപ്പിച്ച് ആണ് ക്രീം ഉണ്ടാക്കുന്നത്. ഇനി ഇതിലേക്ക് ഒരു സ്വല്പം വാനില എസൻസ് ഞാൻ ഒഴിക്കുന്നുണ്ട്. കുറച്ച് ഒരു മണത്തിന് വേണ്ടിയിട്ടും ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ടും കുറച്ച് ഒഴിച്ചാൽ മതി. ഉണ്ടെങ്കിൽ ചേർക്കുക, ഇല്ലെങ്കിൽ ഇനി കുഴപ്പമില്ല. ഇനി അത് നമുക്ക് എല്ലാം കൂടി നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കണം. ആ പഞ്ചസാരയും ആ ബട്ടറും കൂടി നന്നായിട്ട് യോജിപ്പിച്ച് അത് ക്രീം പരുവാക്കി നമുക്കെടുക്കണം. അപ്പോൾ ആദ്യമേ നമുക്ക് ഇതുപോലെ ഒന്ന് പതുക്കെ ഒന്ന് യോജിപ്പിച്ചെടുക്കാം. ഈ ഒരു രീതിയിൽ ഒന്ന് ആ പഞ്ചസാര പൊടിച്ചതും ബട്ടറും കൂടി ഇതുപോലെ ഒന്ന് യോജിപ്പിച്ച് എടുക്കാം. അതിനുശേഷം നമ്മൾക്ക് ഒരു സ്പൂൺ ഉപയോഗിച്ച് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. ഇതുപോലെ നന്നായിട്ടൊന്ന് അടിച്ചെടുത്താൽ മതി. അപ്പോൾ നമ്മുടെ ക്രീം റെഡിയായി. അപ്പോൾ നമ്മളുടെ മാവ് എങ്ങനെയായെന്ന് നമുക്ക് നോക്കാം. 2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. കണ്ടോ, നന്നായിട്ട് നല്ല സൂപ്പറായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. കണ്ടോ, തൊടുമ്പോൾ ഞെങ്ങി പോകുന്നു. ആ ഒരു വിധത്തിൽ നമ്മളുടെ മാവ് നല്ല സൂപ്പറായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് എണ്ണ നമ്മളുടെ കയ്യിലേക്കും അതുപോലെ കൗണ്ടർ ടോപ്പിലേക്കൊക്കെ ഇതുപോലെ ഒഴിച്ച് കൊടുത്തിട്ട് ആ പൊടിയെടുത്ത് നമ്മൾക്ക് താഴത്തേക്കിട്ട് നമ്മൾക്ക് ഒന്ന് ഉരുട്ടിയെടുക്കണം. ഉരുളകളാക്കണം. അതിനായിട്ട് ഞാൻ താഴത്തേക്കിട്ടു. അത് നമ്മളുടെ പൊടി നമ്മളുടെ മേശയിൽ പറ്റാതിരിക്കാനും അതുപോലെ തന്നെ നമ്മളുടെ കയ്യിലും പറ്റാതിരിക്കാനാണ് ഇച്ചിരി എണ്ണ തൂത്തത്.
ഇനി നമ്മൾ കുഴച്ച് നല്ല സോഫ്റ്റാക്കി വെച്ചിരിക്കുകയാണ്. ഇനി നന്നായിട്ട് വലുതായിട്ട് കുഴയ്ക്കൊന്നും വേണ്ട. ഇനി നമുക്കത് പതുക്കെ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് കുഴച്ചെടുത്തതിന് ശേഷം നമ്മൾക്ക് ഉരുളകളാക്കി എടുക്കണം. ഇനി ഞാൻ അതൊന്ന് കുറേശ്ശെ എടുത്തിങ്ങനെ ഉരുളകളാക്കാൻ വേണ്ടിയിട്ട് മാറ്റി മാറ്റി വെക്കുകയാണ്. കുറേശ്ശെ എടുത്ത് ആദ്യമേ നമ്മൾക്ക് ഇങ്ങനെ മാറ്റി വെച്ചതിന് ശേഷം നമ്മൾക്ക് കയ്യിലിട്ട് നന്നായിട്ട് ഉരുട്ടിയെടുക്കാം. എല്ലാം ഒരേ വലിപ്പത്തിൽ മാവ് ഞാൻ വേർതിരിച്ച് വെച്ചു. ഇനി നമ്മൾക്ക് ഓരോന്നും എടുത്ത് നന്നായിട്ട് ഒന്ന് ഉരുട്ടിയെടുക്കാം. അതിങ്ങനെ വലിച്ച് ചേർത്ത് ഉള്ളിലേക്ക് വെച്ചാൽ മതി. അപ്പം നല്ല ഷേപ്പിന് നമുക്ക് കിട്ടും. കണ്ടോ? ഈ രീതിയിൽ വലിച്ച് ഉള്ളിലേക്ക് വയ്ക്കുമ്പോൾ നല്ല ഷേപ്പിന് നമുക്കും കിട്ടുകയും ചെയ്യും. അതോടൊപ്പം തന്നെ ഒന്നും കൂടി സോഫ്റ്റ് ആകുകയും ചെയ്യും. ഇങ്ങനെ നമുക്ക് നന്നായിട്ട് ഉരുട്ടിയെടുക്കാം. നമ്മളിങ്ങനെ ഉരുട്ടുമ്പോഴേ ഒന്നും കൂടി സോഫ്റ്റ് ആകും നമ്മളുടെ മാവ്. അതുപോലെ തന്നെ നല്ല ഒരു ഷേപ്പിലും ആക്കിയെടുക്കാം നമുക്ക്. നിങ്ങൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോഴേ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. കണ്ടോ? ഈ ഒരു രീതിയിൽ നമുക്ക് ഉരുട്ടിയെടുക്കാം. പെട്ടെന്ന് തന്നെ നമുക്ക് ഉരുട്ടിയെടുക്കുവാനായിട്ട് സാധിക്കും. ഉണ്ടോ? അങ്ങനെ ഞാനെല്ലാം നന്നായിട്ട് നല്ല ഷേപ്പിൽ ഉരുട്ടി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കതൊരു പ്ലാസ്റ്റിക് ഇതുപോലത്തെ ഒരു പ്ലാസ്റ്റിക് കവർ കൊണ്ട് ഒന്ന് മൂടി വയ്ക്കാം. അതവിടെ ഇരിക്കട്ടെ. അതിനകത്ത് നമ്മൾ എടുക്കുമ്പോൾ ഓരോന്നും പൊക്കി എടുത്താൽ മതി. അതോടൊപ്പം തന്നെ അതവിടെ ഇരുന്ന് ഒന്നും കൂടി നല്ല സോഫ്റ്റും ആവുകയും ചെയ്യും. ഒന്നും കൂടി നന്നായിട്ട് പൊങ്ങി വരികയും ചെയ്യും. നമ്മൾ ഉണ്ടാക്കാൻ നേരത്ത് മാത്രം ആ ഷീറ്റ് പൊക്കി അങ്ങ് എടുത്താൽ മതി. അല്ലെങ്കിൽ അതിൽ ഈച്ചയോ ചെറിയ ഈച്ചകളൊക്കെ വന്നിരിക്കും. അതിനുകൊണ്ടാണ് നമ്മൾ മൂടി വയ്ക്കുന്നത്. ഞാനൊരു ചട്ടി അടുപ്പയിലേക്ക് വെച്ച് അതിലേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുത്തു. എണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ നമ്മൾക്ക് ഇതിനകത്തുനിന്ന് ഒരെണ്ണം എടുക്കാം. അതിനുശേഷം ഇതുപോലെ ഒന്നും കൂടിയൊക്കെ തിരുമി ഇതുപോലെ അതിനകത്ത് ഈ മടങ്ങി ഇരിപ്പുണ്ടെങ്കിൽ അതൊക്കെ നേരെയാക്കി ഇതുപോലെ നേരെയാക്കി കൊടുക്കണം. അല്ലെങ്കിൽ ഇങ്ങനെ നമ്മൾ അത് മൊരിഞ്ഞ് വരുമ്പോൾ വിണ്ട് കീറിപ്പോകുന്ന തരത്തിലാകും അത്. അതുകൊണ്ട് തന്നെ അതിൽ മടങ്ങിയിരിക്കുന്ന സ്ഥലമൊക്കെ നമുക്ക് പതുക്കെ ഇങ്ങനെ ഒന്ന് യോജിപ്പിച്ച് കൊടുക്കാം. അല്ലെങ്കിൽ അത് എണ്ണയിലിട്ട് കഴിയുമ്പോൾ അതിങ്ങനെ അകന്ന് വിണ്ട് പോകും. ഇനി നമ്മൾക്ക് ആദ്യമേ നമ്മൾക്ക് തീ കൂട്ടി വെച്ച് ചൂടായതിന് ശേഷം നമ്മളുടെ ആ മാവ് അതിലേക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമ്മൾക്ക് മീഡിയം ഫ്ലെയിമിൽ വെച്ച് വേണം ഉണ്ടാക്കാനായിട്ട്. ഞാൻ മറിച്ചും തിരിച്ചും ഒക്കെ ഇട്ട് പെട്ടെന്ന് തന്നെ നമുക്കത് മൊരിഞ്ഞ് കിട്ടും. പെട്ടെന്ന് തന്നെ നമുക്കത് മൊരിഞ്ഞ് കിട്ടും.
തിരിച്ചും മറിച്ചും ഒക്കെ ഇട്ട് ഞാൻ ഈ ഒരു രീതിയിൽ നല്ലൊരു ഗോൾഡൻ കളർ ആകുമ്പോൾ ഈ ഒരു രീതിയിൽ ഗോൾഡൻ കളറായി കഴിയുമ്പോൾ നമ്മൾക്ക് എടുത്ത് മാറ്റാം. നമ്മളുടെ ബണ്ണ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മൾ എണ്ണയിൽ നിന്ന് എടുക്കുമ്പോൾ നല്ല കട്ടിയായിരിക്കും, നല്ല ഹാർഡായിട്ടായിരിക്കും അതിരിക്കുന്നത്. അത് ആറിക്കഴിയുമ്പോൾ നല്ല സോഫ്റ്റായിട്ട് വരും നമ്മളുടെ ബണ്ണ്. വീണ്ടും നമ്മൾക്ക് അതുപോലെ തന്നെ മാവെടുത്ത് നന്നായിട്ട് നല്ല ഷേപ്പിലാക്കി അതുപോലെ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. മീഡിയം ഫ്ലെയിമിലേക്ക് വെച്ചിട്ട് നമ്മൾക്കതൊന്ന് വറുത്ത് കോരാം. തിരിച്ചും മറിച്ചും ഒക്കെ ഇട്ട് മൂപ്പിച്ച് മീഡിയം ഫ്ലെയിമിലേ ഇടാവുള്ളൂ. ലോ ഫ്ലെയിമിലാണെങ്കിൽ നമ്മുടെ ഉൾഭാഗം വെന്ത് കിട്ടത്തില്ല. ഹൈ ഫ്ലെയിമിലാണെങ്കിൽ അത് പുറം ഭാഗം മാത്രം മുരിഞ്ഞു പോകും, ഉള്ളു വേഗത്തില്ല. അതുകൊണ്ടാണ് മീഡിയം ഫ്ലെയിമിൽ ഉണ്ടാക്കേണ്ടത്. ഇപ്പം ഞാൻ എല്ലാം ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. നമ്മുടെ ബണ്ണെല്ലാം റെഡിയായി. ഇനി നമുക്ക് ഇതുപോലെ വേണമെങ്കിൽ കഴിക്കാം, ബണ്ണായിട്ട് കഴിക്കാം. അല്ല എങ്കിൽ ബണ്ണിൻ്റെ ഉള്ളിൽ നമ്മൾക്ക് ക്രീം വെച്ച് കഴിക്കാം. നല്ലൊരു മൂർച്ചയുള്ള കത്തി കൊണ്ട് ഈ ഒരു രീതിയിൽ നമുക്ക് മുറിച്ചെടുക്കാം നമ്മളുടെ ബണ്ണ് ക്രീം വയ്ക്കാനായിട്ട്. അല്ലെങ്കിൽ ഇതുപോലെ തന്നെ കഴിച്ചാലും നല്ല ടേസ്റ്റാണ് നമ്മളുടെ ബണ്ണ് കഴിക്കാൻ. കണ്ടോ, ആകമൊക്കെ നല്ല കൊമള വന്ന് നല്ല സോഫ്റ്റ് ബണ്ണായി. കണ്ടോ, നല്ല സോഫ്റ്റായി. ഇനി നമുക്കതിലേക്ക് ഞാനിപ്പോൾ എല്ലാത്തിലും ക്രീം വയ്ക്കുകയാണ്. ക്രീം ഇതുപോലെ ഇങ്ങനെ തേച്ച് കൊടുക്കുക. നമ്മൾ ക്രീം ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ ഒരു കുറച്ച് സമയം നമ്മൾ ഫ്രിഡ്ജിൽ വയ്ക്കുകയാണെങ്കിൽ ഇച്ചിരി കട്ടിയായിട്ട് കിട്ടും. ഞാനൊരു 5 മിനിറ്റ് ഞാൻ ഫ്രിഡ്ജിൽ വെച്ചായിരുന്നു. വെക്കണമെന്ന് നിർബന്ധമില്ല, എന്നാലും വെച്ചാലും നമ്മൾക്ക് ഇതുപോലെ തൂക്കാനായിട്ട് നല്ല ഡ്രൈ ആയിട്ട് കിട്ടും. അല്ലെങ്കിൽ സ്വല്പം ഇങ്ങനെ ലൂസായിട്ടിരിക്കും, എന്നാലും കുഴപ്പമില്ല. എന്നാലും ഞാനൊരു 5 മിനിറ്റ് ഫ്രിഡ്ജിൽ വെച്ചായിരുന്നു. കണ്ടോ, ഈ ഒരു രീതിയിൽ നമുക്ക് അങ്ങ് നിറച്ച് ക്രീം തൂത്ത് കൊടുക്കാം. അതുപോലെ നമുക്ക് നന്നായിട്ട് മുറിച്ച് ഇതുപോലെ മുറിച്ച് ഇതുപോലെ ഈ രീതിയിൽ നമുക്ക് ക്രീം ഇങ്ങനെ തേച്ച് കൊടുക്കാം. വളരെ ടേസ്റ്റാണ്. നമ്മൾ ബേക്കറിയിലൊക്കെ ഇരിക്കുന്നത് കണ്ടിട്ടില്ലേ? ആ ഒരു രീതിയിൽ തന്നെ നമുക്ക് വീടുകളിലുണ്ടാക്കി നമ്മുടെ കുട്ടികൾക്കും നമുക്കും ഒക്കെ കഴിക്കാം. നമ്മളെപ്പോഴും ഉണ്ടാക്കുന്നില്ലല്ലോ, വല്ലപ്പോഴൊക്കെ ഉണ്ടാക്കി ഇങ്ങനെ കുട്ടികൾക്കൊക്കെ കൊടുത്താൽ നമ്മൾ ബേക്കറിയിൽ അവർ എന്തെല്ലാം കെമിക്കലൊക്കെ ചേർക്കും. എന്തായാലും അവർ ചീത്തയാകാതിരിക്കാൻ വേണ്ടിയിട്ട് കെമിക്കലൊക്കെ ചേർക്കും. നമ്മളതൊന്നുമില്ലാതെ ബേക്കറിയിലുള്ള സാധനങ്ങളൊക്കെ ഇതുപോലെ നമ്മളുടെ വീട്ടിൽ നമ്മൾക്ക് ഉണ്ടാക്കി നമ്മുടെ കുട്ടികൾക്കും അതുപോലെ നമുക്കും ഒക്കെ കഴിക്കുവാനായിട്ട് സാധിക്കും. നല്ല ടേസ്റ്റാണ്. നമ്മൾ ബേക്കറിയിൽ കഴിക്കുന്ന അതേ ടേസ്റ്റ് തന്നെയാണ്. ഉണ്ടോ, ഈ രീതിയിൽ നമുക്ക് ക്രീം തേച്ചെടുക്കാം. അങ്ങനെ ഞാൻ എല്ലാം ക്രീം തേച്ചെടുത്തു. കണ്ടോ, അങ്ങനെ നമ്മുടെ ക്രീം ബൺ ഇവിടെ റെഡിയായിരിക്കുകയാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കണം. ഉണ്ടാക്കിയാൽ മാത്രം പോരാ, കഴിച്ച് നോക്കണം. അതുപോലെ ഷെയർ ചെയ്ത് കൊടുക്കണം റിലേറ്റീവ്സിനൊക്കെ, അവരും ഉണ്ടാക്കട്ടെ. അങ്ങനെ എല്ലാവരും ഉണ്ടാക്കി കഴിച്ച് നോക്കണം. അതുപോലെ തന്നെ നിങ്ങൾ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഞാനൊന്ന് കഴിച്ച് നോക്കട്ടെ. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ കഴിച്ചിട്ട്. കണ്ടോ, ഉൾഭാഗമൊക്കെ ആണെങ്കിൽ നല്ല സോഫ്റ്റാണ്. ആ ക്രീമും കൂടി ആകുമ്പോൾ വളരെ ടേസ്റ്റാണ്. നല്ല ടേസ്റ്റ്, നല്ല സോഫ്റ്റ് ബണ്ണ്. കണ്ടോ. ഓക്കെ, ബൈ ബൈ.